ഹോം മെയ്ഡ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സാധാ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു സ്പൂണാണെങ്കിലും ധാരാളം മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ ഗ്ലാസ്സാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും എടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗ്ലാസ്സിൽ 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു. ഇനി അതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ടർ ഏകദേശം ഒരു 5-6 സ്പൂണോളം കാണും, ടേബിൾ സ്പൂൺ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കൈയുടെ പത്തി ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് രണ്ടും കൂടി യോജിച്ച് കിട്ടും. ഇത് ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരണം. മുട്ട ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. നമുക്ക് സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും സുഖം കൈ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി ബട്ടർ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കതിൻ്റെ സ്ഥാനത്ത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ബട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പം. ഒരുപാട് ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഓയിൽ ഉപയോഗിച്ചായിരുന്നു. അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ ബട്ടർ ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ക്യാരമൽ സിറപ്പാണ് ഈ പ്ലം കേക്കിന് അതിൻ്റെ നിറം കൊടുക്കുന്നത്. അപ്പം ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാരമൽ സിറപ്പേ ചേർക്കാവുള്ളൂ. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു കയ്പ്പരസം വരും. ഇപ്പോൾ കറക്റ്റ് കേക്കിൻ്റെ പ്ലം കേക്കിൻ്റെ കറക്റ്റ് കളറ് ഇതിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി 2 മാസം മുൻപേ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് ഒരു 2 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ്, അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/2 കപ്പ് മുന്തിരി ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൂട്ട് മിക്സ് നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മൈദപ്പൊടി ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി നമ്മളിത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ്ചറും കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ ഇളക്കാൻ നോക്കണം. പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, കാരണം ഫ്രൂട്ട്സ് എല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇത് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഈ മിക്സ്ചറിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. ഞാൻ വീഡിയോ എടുത്തപ്പം അത് സ്കിപ്പായിപ്പോയി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അങ്ങനെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് പ്ലം കേക്കിൻ്റെ നിറമൊക്കെ വന്നിട്ടുണ്ട് ബാറ്ററിന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബേക്കിംഗ് ആണ്. ഞാനിവിടെ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. ബേക്കിംഗ് ട്രേ ഇല്ലാത്തവർക്ക് സാധാ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് എടുത്താൽ മതി.
ബേക്ക് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു പരന്ന പാത്രം കമഴ്ത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ ബാറ്റർ വെച്ചു. അതിനുശേഷം എയർ കടക്കാത്ത ഒരടപ്പ് കൊണ്ട് അത് അടയ്ക്കണം, ഇല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തപ്പോൾ ഏകദേശം 2 മണിക്കൂറാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.